ഡ്രീം ചെയ്യുക, ടേക്ക് റിസ്ക് ഇൻ യുവർ ലൈഫ്, അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ ഗ്രോ ചെയ്യുക. ലൈഫിൽ നിങ്ങൾക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കുക ലൈഫിൽ. തോറ്റുപോയെന്ന് വെച്ചാൽ അത് വലിയ ഇഷ്യൂ ഒന്നും അല്ല. തോറ്റുപോയാലും നിങ്ങൾക്ക് വേറെ വേറെ ചാൻസസ് ഒക്കെ ഉണ്ട്. ഒരിക്കലും ഫെയിലിയറിനെ ഇതാക്കിയിട്ട് നിങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കരുത്. ഫെയിലിയറിനെ ഇതാക്കി വെച്ചിട്ട് നിങ്ങൾ ഫെയിലിയർ ആണ്, ഫെയിൽ ആവുമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഫെയിലിയർ എന്നാണ് ഏറ്റവും വലിയ ലെസൺ നിങ്ങൾ പഠിക്കാനുള്ളത്. വേറെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് അത്രയും ലെസൺ നിങ്ങൾക്ക് തരാൻ പറ്റില്ല ലൈഫിൽ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ഞാൻ പറയില്ല. എപ്പോഴും ആ ഏത് സിറ്റുവേഷൻ വന്നാലും, സങ്കടം വന്നാലും സന്തോഷം വന്നാലും അതിന്റെ സ്പേസ് അതിന് കൊടുക്കുക. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ തന്നെ സന്തോഷമാവണം എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യം. സങ്കടമാണെങ്കിൽ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുക, കരഞ്ഞു തീർക്കുക. ഓക്കെ, അപ്പം എല്ലാ ഇമോഷൻസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ രീതിക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയാ, ഗീവ് വാല്യൂ. നിങ്ങൾ ഇന്നത്തെ കാര്യം നിങ്ങൾ ചെയ്യുക, പിന്നെയാണ് നാളെ വരുന്നത്. ഇന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് അത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ നാളത്തെ കാര്യം നാളെ വന്നാ വന്നു, ഇല്ലെങ്കിൽ ഇല്ലാത്ത രീതിക്കാണ്. പക്ഷെ ഇന്നത്തെ കാര്യം നമുക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. നിങ്ങൾ 100% ഇന്ന് കൊടുക്കുക. നാളെ നിങ്ങൾക്ക് വരുന്നത് നല്ലതാണെങ്കിൽ നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ജീവിക്കുകയാണെങ്കിൽ